ചകിരിച്ചോറിന്റെ ഒരു വലിയ കട്ടയാണ്. ഇത് ഏകദേശം 150 രൂപയാണ്. ഈ കട്ടയുടെ വലുപ്പം നമ്മൾ നോക്കരുത്. അത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട്. ഈ ബക്കറ്റ് ഇത്രയും വലിയ ഇത് ഫുള്ള്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ചാണകപ്പൊടി. അത് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഏത് കമ്പനി നിങ്ങളുടെ അടുത്തുള്ള കടയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒക്കെ ഇവിടെ ഞങ്ങൾ AB ടെക്കിന്റെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ കുറച്ചൊക്കെ ഉപയോഗിക്കും ചെടികളൊക്കെ നടാൻ. അപ്പൊ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇവിടെ. പിന്നെ മച്ചമ്മ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ചെടിക്ക് വേണ്ടതും നമ്മൾ യൂസ് ചെയ്യുന്നതുമായിട്ട് ഉള്ള നമ്മുടെ ഈ ഒരു നല്ല വളം കിട്ടും. അത് ചില നല്ലതായിട്ട് ചെടി പൂവൊക്കെ നല്ലതായിട്ട് പൂക്കും. ആട്ടുകാട്ടം. ഈ ആട്ടുകാട്ടമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെടി നമുക്ക് പൂ തരുന്ന ഒറ്റ സാധനം ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഒക്കെ ഇതാണ്. ഇത് വെറും ആട്ടുംകാട്ടല്ല, ഇത് ആട്ടുംകാട്ടം പൊടിച്ചതാണ്. അപ്പൊ ഇത് നല്ല നമ്മൾ ഇതാണ് ഇവിടെ ചെടികളൊക്കെ നടാൻ രണ്ടുകൂടെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മണ്ണൊക്കെ മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത സാധനം ഇത് കണ്ടു. ഇത് മിക്കവാറും എല്ലാവർക്കും വേർക്ക് അറിയുന്ന സാധനമാണ്. എന്ത് നമ്മൾ നടക്കുന്ന ഈ സാധനം ഇടും. എല്ലുപൊടി. ഇത് 1 കിലോയുടെയാണ്. ഇത് 1 കിലോയുടെ എല്ലുപൊടി 80 രൂപയാണ് ഇതിന് വരുന്നത്. വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ടീമിന്റെ ടൈപ്പ് സാധനമാണ്. അപ്പൊ നിങ്ങൾ അടിച്ചു കിട്ടുന്ന ഏതെങ്കിലും അപ്പൊ നമുക്കിനി മണ്ണ് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. നമ്മൾ ഇങ്ങനത്തെ ചട്ടിയിലാണ് ഇന്ന് തൊട്ട് നമ്മളെ കൃഷി ചെയ്യാൻ പോകുന്നത്. കാര്യം ഈ വെള്ളപ്പൊക്ക സമയമൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരുപാട് കൃഷി വെള്ളത്തിൽ നമ്മുടെ ഇപ്പൊ തന്നെ ഇവിടെ കോവല് കണ്ടോ. നമ്മുടെ വീട് കണ്ടിട്ടാണ് നിങ്ങൾക്കറിയാം. നേരത്തെ നമ്മുടെ കോവല് ഇതിനേക്കാൾ നിറച്ചും ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും നമ്മുടെ കോവൽ നല്ലതായിട്ട് കായിട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് വെള്ളം കയറി എൻ്റെ അടിയൊക്കെ എല്ലാവരും കരിഞ്ഞു പോയായിരുന്നു. ഇപ്പൊ പിന്നെ നല്ലതായിട്ട് തന്നെ കോവൽ കൃഷി വരുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ഒരുപാട് ചെടി അങ്ങനെ പോയായിരുന്നു. പിന്നെ വെട്ടില് ഈ കുഞ്ഞു മുളകും തൈ ഏറ്റവും കൂടുതൽ മുളകും തൈ ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ മുളകും തൈ മണ്ണിൽ നടാൻ നേരം എൻ്റെ മണ്ണെല്ലാം ഈ വെട്ടി കളയാണ് വെട്ടില്. അപ്പൊ വെട്ടിലിന് കിടുക്കാച്ചി ചട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മണ്ണ് മിക്സ് ചെയ്യാൻ പോവാം. അപ്പൊ ഗൈസ് ഇവിടെ നമ്മൾ നല്ല മണ്ണ് നമ്മുടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മണ്ണൊക്കെ ഈ മണ്ണ് നമ്മൾ നേരത്തെ ഇവിടെ നമ്മുടെ തന്നെ ഒരു അയ്യത്തിൽ നിന്ന് നമ്മുടെ തന്നെ കൃഷി ഉള്ള സ്ഥലത്തു നിന്ന് നമ്മൾ എടുത്ത മണ്ണാണ്. പിന്നെ നമുക്ക് ഈ മണ്ണിലേക്ക് നമ്മുടെ വളങ്ങൾ കണ്ടോ നമുക്ക് നമ്മുടെ ഈ മണ്ണിലേക്ക് നമ്മുടെ ഓരോ വളങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്തൊക്കെ സെറ്റപ്പ് ആക്കി എടുക്കാം. അപ്പം ഇത് അത്യാവശ്യം നല്ല നമുക്ക് ഈ മണ്ണിൽ നല്ലതായിട്ടൊക്കെ അത്യാവശ്യം നല്ല വളക്കൂറുള്ള മണ്ണാണിത്. അപ്പം പിന്നെ നമുക്ക് അധികം താമസിപ്പിക്കാതെ നമുക്ക് ഇതിനകത്തോട്ട് ഓരോ ടൈപ്പ് നമ്മുടെ വളങ്ങൾ നമുക്ക് ഇടാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ചകിരിച്ചോറ്. ഇതിലേക്ക് നമുക്ക് എത്ര ചകിരിച്ചോറാണ് വേണ്ടത്? എൻ്റെ ആവശ്യത്തിന് ചകിരിച്ചോറ് ഇവിടെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇവിടെ ആ ചകിരിച്ചോറ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അത്രയും വലിയൊരു കട്ടയിൽ നിന്നാണ് ഇത്രയും അധികം ചകിരിച്ചോറ് നമുക്ക് കിട്ടിയത്. അപ്പം 150 രൂപയ്ക്ക് നമ്മൾ ഇത്രയും ചകിരിച്ചോറ് മേടിക്കുകയാണെങ്കിൽ അതിനേക്കാൾ പൈസയാവും. അപ്പം ആവശ്യത്തിന് ചകിരിച്ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലുപൊടി. അപ്പം നമുക്കിനി ഇതിലേക്ക് എല്ലുപൊടി ഇടാവേ. എല്ലുപൊടി അത്യാവശ്യം നല്ലൊരു വളമാണ്. എല്ലുപൊടി എല്ലാവർക്കും അറിയാം. നമ്മൾ എന്ത് ചെടി വെക്കാന്ന് പറയുന്നത് എല്ലുപൊടി നമ്മൾ യൂസ് ചെയ്യും. അതുകൊണ്ട് ഇനി നമുക്കിനകത്തോട് കുറച്ച് എല്ലുപൊടി ഇടാം. എല്ലുപൊടി നമ്മൾ ആവശ്യത്തിന് എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിനകത്തോട് ചാണകം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. അത്യാവശ്യം നല്ല ഒരു ചാണകപ്പൊടിയാണ് കേട്ടോ. കാര്യം ചില സ്ഥലത്തൊക്കെ നമ്മൾ മേടിക്കാൻ നേരം ചാണകപ്പൊടി കൊള്ളത്തില്ല. പക്ഷെ ഇത് നല്ലതായിട്ട് ഉണ്ടാവുന്നുണ്ട് ചെടികളൊക്കെ ഇതിന്. അപ്പോൾ ഗൈസ് നമുക്കിനി ഇതിലേക്ക് ഇച്ചിരി മണ്ണിര കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയാം മണ്ണിര കമ്പോസ്റ്റ് നല്ലൊരു വളമാണ്. നമുക്കിനി ഇച്ചിരി മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എല്ലാ വളങ്ങളും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കെല്ലാം വൃത്തിക്ക് ഇതെല്ലാം ഇത് നമ്മുടെ ഈ 4 വളങ്ങളും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക, എന്നാലേ നമുക്ക് ചെടിയിലിടാൻ തന്നെ കട്ടയിലാ കിട്ടത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഇത് മിക്സ് ചെയ്യാൻ എൻ്റെ അച്ഛനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എളുപ്പത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഇത് നിറച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുക, നിങ്ങൾ ശ്രദ്ധിക്കണം, ചട്ടിയുടെ മണ്ട വരെ ഒരിക്കലും വെള്ളം നോക്കും. അപ്പോൾ നമ്മുടെ മണ്ണെല്ലാം ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചട്ടിയിലേക്ക് മണ്ണ് നിറയ്ക്കാൻ മുമ്പേ ഇത് നല്ല അത്യാവശ്യം നിങ്ങൾ ചട്ടി മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ചട്ടി തന്നെ, പ്ലാസ്റ്റിക് ആകുമ്പോൾ തന്നെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി മേടിക്കണം. പിന്നെ ഇതുണ്ടോ ഈ ചട്ടിയുണ്ട്, ഈ ചട്ടിയിലെ ഹോൾ ഇങ്ങനെയുണ്ട്. ഈ ഹോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ചട്ടിയിൽ വെള്ളമൊന്നും ഈർപ്പം നിൽക്കത്തില്ല നമ്മുടെ ചട്ടിയിൽ. അപ്പം ഒരുപാട് ഈർപ്പം നമ്മുടെ ചട്ടിയുടെ വേലൊക്കെ ചിലപ്പോൾ അളിഞ്ഞു പോകും, ഈ സാധാരണ എൻ്റെയൊക്കെ. അപ്പം നമ്മൾ നല്ല ഹോളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഹോളാക്കിയിട്ടാണ് ചട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് കുറച്ച് പിന്നെ മച്ചാന്മാരെ നമ്മൾ ഈ ചെടി ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും മണ്ണ് ഇവിടെ വരെ ഇടരുത്. നമ്മൾ ഇതിൻ്റെ പാതി എന്ന് പറയുമ്പോൾ ഇത്രയും മണ്ണേ നമ്മൾ ഇടാൻ പാടുള്ളൂ, ഇതിൻ്റെ പാതി മണ്ണ്. പിന്നെ നമ്മുടെ ചെടി അപ്പോൾ ഏകദേശം ഈ ഒരു ഹൈറ്റ് ചെടി കളിക്കും. ചെടി വലുതാകുമ്പോൾ തോറും നമ്മുടെ മണ്ണിലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചെടി ചോറോ എല്ലാം കൂടെ പിന്നെ മിക്സ് ചെയ്ത് ഇച്ചിരി മണ്ണ് അല്ലെ വെറും മണ്ണിട്ടാലും മതി, എന്നിട്ട് എൻ്റെ മണ്ണിലേക്ക് ആട്ടുകാട്ടിട്ട് കൊടുത്താലും മതി. പിന്നെ ഇനി നമുക്കപ്പം സമയം കളയാതെ ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമ്മളെ ബാറ്റർ എടുത്ത് നമുക്ക് മണ്ണെടുത്ത് നമുക്ക് ഇടാം. അപ്പൊ ഗൈസ് നമ്മുടെ 2 ചട്ടി നിറച്ചു. നമ്മൾ 2 ചട്ടി ഇപ്പൊ നോക്കണ്ട, ഇത്രയും ചട്ടി ഇനി നോക്ക് മച്ചാ, ഇത്രയും ചട്ടി നമുക്ക് നടക്കാനുണ്ട് ഇവിടെ. അയ്യോ, അപ്പൊ നമ്മൾ ഇനി നടന്ന ഈ വീഡിയോ കാണിക്കുന്നില്ല. അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ചെടി വെക്കുന്ന കാണിക്കും. അപ്പൊ എല്ലാവരും ആ വീഡിയോ കയറി കാണണം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ബൈ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഞാൻ